എന്താ ഇതിന്റെ പേര്? ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അബാന ആൻഡ് ഹാന. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം ഒരു പുതിയ കണ്ടന്റ്, പുതിയെന്ന് പറഞ്ഞാൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഉണ്ണിമധുരം, ഒരു പഴയ കണ്ടന്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡിനുള്ള കാര്യങ്ങളായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ബ്രെഡ്, പാല്, മുട്ട, പഞ്ചസാര, ഇത്രയും മാത്രം. അപ്പോൾ ആദ്യം ഒരു കപ്പിലേക്ക് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചിരുന്നത്. അതിപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു പാക്കറ്റിനായതുകൊണ്ട് 2 മുട്ട വേണം, അല്ലെങ്കിൽ 1 ആയാലും മതി. പിന്നെ പാല് ഞാൻ തിളപ്പിക്കാത്തതാണ് എടുത്തത്, തിളച്ചത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഞാനൊരു 6 to 8 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതും മധുരം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞങ്ങളിപ്പം പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതാണ് വരെ നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ പാൽ തന്നെ ഒഴിക്കുക, വെള്ളം ചേർക്കരുത്. അതിനുശേഷം ബ്രെഡ് ഇതുപോലെ മുറിച്ച ബ്രെഡിലേക്ക് ആ മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ച ബോൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അത് ഒരു സൈഡ് നല്ല ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും അത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫുൾ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ണിമധുരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ പേരൻസ് നമ്മളോട് സമരം പിടിച്ച് നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനും ഒക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതും പറയണം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.